റംസീനെ എത്ര പേര് ഛർദിക്കുന്നു ഗായ്സ്. ഛർദിച്ചിട്ട് കിടക്കണോ ഒരാള്? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ കല്യാണ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസ് അവസാനിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ചെക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവരിക, ചെക്കൻ്റെ വീട് കാണുക, അങ്ങനത്തെ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ശരി, അപ്പൊ ബൈ. ഇല്ല ഇല്ല. അപ്പം നമ്മളങ്ങനെ ചെക്കൻ്റെ വീട്ടിലെത്തി. ഇതാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മണിയറാട്ടാ. അതാണ് ആ ഫസ്റ്റ് ഇങ്ങനെ റൂം തുറന്നിട്ട് ഒന്നിങ്ങനെ ഇൻട്രോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ഒരു ഫോട്ടോസൊക്കെ എടുത്ത് വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഈ ഷോക്കേസിലൊക്കെ അവരിൻ്റെ ഫോട്ടോ ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇനി നേരെ നമ്മൾ ചെക്കനും പെണ്ണിനെ കൂട്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ചെക്കനും പെണ്ണും ബൈക്കിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെക്കനും പെണ്ണും പോയിട്ടാ. ഇനിയാണ് ട്വിസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി. ലാസ്റ്റ് ട്രിപ്പ് ഞങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ഈ കാറിലുള്ളത് എൻ്റെ അനിയനും എളാമാൻ്റെ മോനും പിന്നെ എളാമാൻ്റെ മോളും മാമാൻ്റെ മക്കളുമാണ് കേട്ടുള്ളത്. ഇവരൊക്കെ പാടെ എന്താ പ്ലാനിട്ട് അറിയോ? ഇപ്പോൾ ഈ ചെക്കൻ്റെ വീട്ടിൻ്റെ ആ ഒരു റൂട്ടാണ് നമ്മൾ മലമ്പുഴ കവയ്ക്ക് പോണ വഴി കേട്ടോ. അപ്പോൾ ഇവരെല്ലാതും കൂടെ പ്ലാനിട്ട് നമുക്ക് എന്തായാലും ഒന്ന് കവ വരെ പോയിട്ട് വരാമെന്ന്. നമ്മളപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആ കാറിൽ കയറി ഇരുന്നിട്ടുള്ളൂ. ഇവരാണെങ്കിൽ ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ട് കുടിച്ച് ഞാനും കുറച്ച് കുടിച്ചു. കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഛർദി തുടങ്ങിയിട്ടാണ്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഛർദിയായിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ കാട്ടാനയും അത് 1-2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഞങ്ങൾ ആദ്യം നല്ലപോലെ പേടിച്ച് പിന്നെ അത് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോണത് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെയും കാറ് ഫ്രണ്ടിലേക്ക് തന്നെ വിട്ടു. അപ്പോഴൊക്കെ ഞാനൊക്കെ ഒരേ നിലവിളിയും പേടിയൊക്കെ ആയിരുന്നു, വേണ്ട നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവർ എന്തായാലും കവയ്ക്ക് പോകാമെന്ന്. അതിൻ്റെ ഇടയിൽ ഞാൻ നിന്ന് ഛർദ്ദിക്കണമുണ്ട് കേട്ടോ. 2 റൂട്ടുണ്ട് കവയ്ക്ക് പോകാനായിട്ട്. 2 ഭാഗത്ത് കൂടിയും ഒന്ന് കുറച്ച് ചുറ്റിയിട്ടാണ്. അതാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. വേറെ ഒന്ന് ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഡാം വഴിക്ക് കയറാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അവനോട് എളുപ്പ വഴി കൂടെ പോകാമെന്ന്. അവനാണെങ്കിൽ ഇവിടെ കുറേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. വെള്ളച്ചാട്ടം പോലും പോയിട്ട് ഒരു വെള്ള അരുവി പോലും ഞാൻ കണ്ടില്ല. എന്നെ പിടിച്ചു കയറ്റ് പിടിക്ക്. ഡാമേജ് ആണ്. മല കാണാൻ സ്പീഡ് ആയിരിക്കും. പിന്നില്ല, നമുക്ക് ഓടാൻ പറ്റില്ല. ഓടി എത്തൂല. അതിന്റെ ഒരു കേറ്, നീ കേറ്. കാവ കണ്ടിട്ട് നിങ്ങൾ പോയാ മതി. വേദി ഓട്ടോറിക്ഷയിലാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഇപ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പിന്നെയും കാറിൽ കയറി. ഒരു പുറത്തിറങ്ങിയിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ശരിയാവുന്നുണ്ട്. കാറിൽ കയറി കഴിഞ്ഞാൽ ഇതാ കണ്ടില്ല, ഇതുപോലുള്ള ഇങ്ങനെ ചുറ്റലുകൾ വരുമ്പോൾ എവിടെന്നാ അറിയില്ല ഛർദിച്ച് തൊണ്ട പൊട്ടി ചോര വരാൻ തുടങ്ങി. നമ്മളിപ്പോൾ അത് ഇറക്കാനും പറ്റില്ല, തുപ്പാനും പറ്റാത്ത അവസ്ഥയാണ്. എന്താ പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് എത്തിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണെങ്കിലും യാത്ര തന്നെയാണ്, ഛർദിക്കുക തന്നെ ചെയ്യും.
അത് ഞാൻ ഈ സ്പ്രൈറ്റ് കുടിച്ചതാണ് അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതാ കുറേ മാങ്ങത്തോട്ടങ്ങളുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ ഈ വീഡിയോ മൊത്തം ഞാനൊന്നും എല്ലാട്ടും എടുത്തത് എളാമാൻ്റെ മോള് അവളാണ് വീഡിയോസൊക്കെ എടുത്തത്. എനിക്കൊരു ബോധമില്ലാതെ ഞാൻ കിടക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഛർദി ആയിക്കഴിഞ്ഞ്. ഇപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലം കേട്ടോ, ഡാമാണ്. വെള്ളം കയറി നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതൊരു പാടം പോലെയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത്. ഞാൻ എണീറ്റൊന്ന് പുറത്തിറങ്ങിയിട്ടും കൂടെയില്ല. ജസ്റ്റ് ആ ഒരു ഇങ്ങനെ നീളത്തിലുള്ള ഒരു വെള്ളം വരുന്ന ഒരു അരുവി പോലെയല്ലേ, ആ ഭാഗത്ത് പോയിട്ട് കുറച്ച് കാല് കഴുകിയിട്ട് വന്ന് മുഖം കഴുകിയിട്ട് വന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയാനുണ്ട്. നിങ്ങൾ ഈ ഒരു കവയ്ക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവം കേട്ടോ. എനിക്ക് നല്ലപോലെ ഛർദ്ദിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് അവൻ വണ്ടി നിർത്തിയിട്ടാണ്. ആ ഒരു സ്ഥലം ഷൂട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. പക്ഷെ റോഡ് സൈഡ് തന്നെ ആയിരുന്നു കേട്ടോ. ഈ സ്ഥലം എത്തുന്നതിന് മുന്നായിട്ട് റോഡ് സൈഡ് തന്നെയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ അവനോട് കാറ് നിർത്താൻ പറഞ്ഞ് ഞാൻ റോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി, ഡോറ് തുറന്നിട്ട്. അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ നീളത്തിൽ കമ്പിയില്ലേ, നമ്മൾ കമ്പിവേലിയല്ല, പ്ലെയിൻ കമ്പികൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ആ കമ്പിയിൽ പിടിച്ചതും അങ്ങനെ എനിക്ക് എർത്തടിച്ച് വേഗത്തിൽ ഞാൻ കൈ വലിച്ചത് കൊണ്ട് രക്ഷപ്പെട്ട്. പക്ഷേ ചെറിയ കുട്ടികളിനെയൊക്കെ കൊണ്ട് വരുമ്പോൾ അവരിനെ പുറത്തിങ്ങനെ നമ്മൾ കാറിന്ന് പുറത്തിറക്കുന്ന സമയത്ത് അതുപോലെയുള്ള കമ്പികളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഒരിക്കലും തൊടാൻ സമ്മതിക്കരുത് കേട്ടോ. അതിൽ എർത്തുണ്ട്, പന്നിക്കോ ആനയ്ക്കോ വേണ്ടി വെച്ചതാ തോന്നുന്നുണ്ട്, അതിന് വേണ്ടി ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട്. അതിൽ കറണ്ട് ഉണ്ടായിരുന്നു. എന്താ ഞാൻ കുറേ നേരം പിടിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് തൊട്ടത് എനിക്കറിഞ്ഞത് ഞാൻ കൈ എടുത്തു. അപ്പോൾ അതെന്തായാലും നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. ഇവിടെ അല്ലേ കാറൊക്കെ ഡ്രൈവിങ് പഠിക്കണമെങ്കിൽ ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ സുഖമായി കാർ ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ബൈക്കോ സ്കൂട്ടിയൊക്കെ ഡ്രൈവിങ് പഠിക്കണമെങ്കിൽ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അതും ഈ വൈകുന്നേര സമയത്തൊക്കെ നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട്. കുറേ പശുക്കളും പോത്തുകളൊക്കെ മെയിനുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് കാണാനായിട്ട്. ഇതൊന്നും ഞാൻ എടുത്ത വീഡിയോസ് അല്ല, എളാമാൻ്റെ മോളാണ്, അവളാണ് കേട്ടോ ഈ വീഡിയോ മൊത്തം എടുത്തത്. താത്തങ്ങോട്ട് നോക്ക്. ചിക്കൻ പോയ പൊരിച്ചത്. എന്നാ ശരി, കേറി വാത്താൻ. ഇത് ഈ കയറ്റം കയറി നെല്ലിക്കുണ്ട്. വരി വരി. ഇപ്പോൾ കാറ് കുറച്ച് നേരം സൈഡ് പാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകേണ്ടവർ. ഞാൻ പറഞ്ഞു എനിക്ക് ചായയൊന്നും വേണ്ട, തൊണ്ടയൊക്കെ പൊട്ടിയിരിക്കുകയാണ്, ചായയൊന്നും വേണ്ട, എനിക്ക് ആകെ ഇഷ്ടം ഒരു സ്വീറ്റ് കോൺ കഴിക്കാനാണ് കേട്ടോ, ഐസ്ക്രീമും വേണ്ട പറഞ്ഞു. അപ്പോൾ ഇവർ കുറേ പുളിമിഠായിയും നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ട് വന്നു. ഞാൻ ഛർദ്ദിക്കുന്നത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ ലേസും വെള്ളമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ എനിക്ക് വേണ്ട പറഞ്ഞു. ഞാനിതാ അവിടെ സൈഡായിട്ട് ഇരിക്കുന്നുണ്ട്. അതാ കണ്ടില്ലേ, കാറിൽ കുറേ നേരം കടന്നു. അത് കഴിഞ്ഞിട്ട് ശരി കുറച്ച് നേരം പുറത്ത് വന്നിരുന്ന കുറച്ചൊന്ന് ഫ്രഷ് ആവും പറഞ്ഞിട്ട് കേട്ടോ. ഹലാലും ബിലാലും എനിക്ക് പനി പിടിച്ച പോലെ ആയടാ. അപ്പോൾ അതാ ഞങ്ങളൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിറങ്ങാൻ വിചാരിച്ചിട്ടാണ്. മാമാൻ്റെ ചെറിയ മോനും കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കളിപ്പിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഞാനൊന്ന് ഫ്രഷ് ആവാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് വെള്ളത്തിലൊക്കെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയപ്പോൾ കുറച്ച് തലവേദനയൊക്കെ ഒന്ന് വിട്ടു. ഛർദിയും തലവേദനയൊക്കെ ഒന്നിച്ച് വന്ന പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നിന്ന് കുറച്ചൊന്ന് ശരിയായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. ഞങ്ങളിതെല്ലാവരും കൂടെ ചെറിയൊരു റീൽസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. വെയിലൊക്കെ നല്ലപോലെ ആറി ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരുന്നു.
അങ്ങനെ ഇതാ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഞാനൊരു സ്വീറ്റ് കോണും വാങ്ങിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് കോണും കൂടെ കഴിച്ച് നല്ല ക്ഷീണമുണ്ട് കേട്ടോ ഛർദിച്ചതിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസ്. ഇതോടെ കല്യാണത്തിൻ്റെ വീഡിയോസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി എങ്ങനെയെങ്കിലും വീടൊന്നെത്തി വീട്ടിലത്തെ ആ ബെഡൊന്ന് കിട്ടണം. അതിൽ മിണ്ടാത്ത പോയി ഒരു മണിക്കൂർ കടന്നൊന്ന് ഉറങ്ങിയാലാണ് ശരിക്കും ഈ ഒരു ക്ഷീണം മാറിക്കിട്ടുള്ളൂ കേട്ടോ. എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഫോൺ വിളിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ഛർദ്ദിച്ച് കുഴഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിനൊന്നും കൂട്ടാതെയാണല്ലോ ഞങ്ങൾ മാത്രമായിട്ട് പോയത്. അതിൻ്റെയൊക്കെ ദേഷ്യം കുറേ അവിടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ദേഷ്യത്തിലാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയും താത്താനെയും ഒന്നും കൂട്ടാണ്ടായത് അവരും ദേഷ്യത്തിലാണ്. അപ്പോൾ അതാ കണ്ടില്ല, ഞാൻ വരുന്ന സീന് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇവിടെ നിന്ന് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, യൂട്യൂബർ കറക്കി പോയിട്ട് അനിയത്തിനെയും ഏടത്തിനെയും കൂട്ടാതെ പോയിട്ട് വന്നിട്ട് തളർന്നിട്ട് കിടക്കുകയാണ്.